സുഹൃത്തുക്കളെ, വാട്സാപ്പിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന പുതിയ 2 തരം മെസ്സേജ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് മാഞ്ഞു പോകുന്ന മെസ്സേജാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ആ മെസ്സേജ് വായിച്ച ശേഷം ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് മാഞ്ഞു പോകും. പിന്നീട് ആ മെസ്സേജ് വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് അവിടെ ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ തരം മെസ്സേജ്. രണ്ടാമത്തെ ടൈപ്പ് മെസ്സേജ് എന്ന് പറയുന്നത് സീക്രട്ട് മെസ്സേജുകളാണ്. സീക്രട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ മെസ്സേജ് വായിക്കാനായിട്ട് ഒരു പ്രത്യേക പാസ്വേഡ് കൊടുക്കണം. നമ്മൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ മെസ്സേജ് ഒരാൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഈ 2 മെസ്സേജുകൾ എങ്ങനെയാണ് വേറെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ നമ്മുടെ വാട്സാപ്പിൽ അയക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ നമുക്ക് ട്രിക്കിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. ആദ്യം ഞാൻ മാഞ്ഞു പോകുന്ന മെസ്സേജുകൾ എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് കാണിച്ചു തരാം. മാഞ്ഞു പോകുന്ന മെസ്സേജുകൾ അയക്കാനായിട്ട് നമുക്ക് വേറെ യാതൊരു ആപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈലിൽ ബ്രൗസർ ഓണാക്കിയ ശേഷം പ്രിവ് നോട്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്ക് പോവുക. ആ സൈറ്റ് ലോഡ് ആയാൽ ആ സൈറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് ന്യൂ നോട്ട് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. ആ ന്യൂ നോട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് താഴെ ഷോ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ആ ഷോ ഓപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജുകളിൽ നമ്മൾക്ക് എന്തൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓപ്ഷൻസ് എല്ലാം കാണിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ അയച്ച മെസ്സേജ് എത്ര സമയം കഴിഞ്ഞാലാണ് ഡിലീറ്റ് ആവേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന സെറ്റിംഗ് എന്ന് പറയുന്നത് മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിലീറ്റ് ആവണമെന്നാണ്. കൂടാതെ നമുക്ക് 1 മണിക്കൂർ, 24 മണിക്കൂർ, 7 ദിവസം, 30 ദിവസം എന്നിങ്ങനെ ഏത് സമയമാണ് മെസ്സേജ് ഡിലീറ്റ് ആവേണ്ടത് എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനുശേഷം താഴെ നിങ്ങൾക്ക് ക്രിയേറ്റ് നോട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. ആ ക്രിയേറ്റ് നോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ നമ്മുടെ മെസ്സേജ് ഒരു ലിങ്ക് ആയിട്ട് കൺവെർട്ട് ആവും. അതായത് ഈ മെസ്സേജിനൊരു ലിങ്ക് ജനറേറ്റ് ആവും. നിങ്ങൾ ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് വാട്സാപ്പിൽ ആർക്കാണോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത് അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഈ മെസ്സേജ് കിട്ടുന്ന ആൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിവ് നോട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ ഷോ നോട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാൻ ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് കാണാൻ സാധിക്കും. ഇനി വീണ്ടും നിങ്ങളുടെ സുഹൃത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് പിന്നെ അവിടെ ഉണ്ടാവില്ല. ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് വാട്സാപ്പിൽ വാനിഷിംഗ് മെസ്സേജ് അയക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജ്, അതായത് സീക്രട്ട് മെസ്സേജിലേക്ക് പോവാം. സീക്രട്ട് മെസ്സേജ് എങ്ങനെയാണ് വാട്സാപ്പിൽ അയക്കുന്നതെന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ വാട്സാപ്പ് അത് കണ്ടുപിടിച്ചതിൻ്റെ പുറകെ ഒരു രസകരമായിട്ടൊരു കഥയുണ്ട്. സോ അത് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി സീക്രട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകുന്ന മെസ്സേജ് അല്ല. ഇതെന്ന് പറയുന്നത് മെസ്സേജ് വായിക്കാനായിട്ട് ഒരു പാസ്വേഡ് കൊടുക്കേണ്ടി വരും. അതാണ് നമ്മുടെ സീക്രട്ട് മെസ്സേജ്. ഇനി അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ തന്നെ ആപ്ലിക്കേഷനൊന്നും സഹായം വേണ്ട. നേരെ ബ്രൗസറിൽ പോയിട്ട് അതിനുശേഷം webcrypt.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോവാം. ഇനി ഈ വെബ്സൈറ്റിൽ മെസ്സേജ് ടു എൻക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണും. ആ ബോക്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണോ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മെസ്സേജ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാസ്വേഡ് എടുക്കുക. സോ ഉദാഹരണത്തിന് ഞാനിവിടെ 2009 എന്നാണ് ഞാൻ പാസ്വേഡ് കൊടുക്കുന്നത്. ഈ പാസ്വേഡ് കൊടുത്തതിന് ശേഷം എൻക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ എൻക്രിപ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മുടെ പ്രിവ് നോട്ടിൻ്റെ വെബ്സൈറ്റിൽ കണ്ട പോലെ തന്നെ ഈ വെബ്സൈറ്റിലും എൻക്രിപ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ലിങ്ക് ജനറേറ്റ് ആവും. ഈ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കാന്ന് വെച്ചാൽ അയച്ചു കൊടുക്കുക. ഇനി ഇത് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് നിങ്ങൾ വാട്സാപ്പിൽ കൂടെ അയക്കാതെ വേണമെങ്കിൽ SMS വഴി അയച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ ഫ്രണ്ടിന് ഈ മെസ്സേജ് കിട്ടിയതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് വയ്ക്കും. ആ പാസ്വേഡിൻ്റെ ബോക്സിൽ നിങ്ങൾ ആദ്യം കൊടുത്ത പാസ്വേഡ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയാം. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീക്രിപ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾ ആദ്യം എൻക്രിപ്റ്റ് ചെയ്തിരുന്ന മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തിന് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സീക്രട്ട് മെസ്സേജുകൾ വാട്സാപ്പ് വഴി അയക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചുമ്മാ എൻക്രിപ്റ്റഡ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റുകളൊക്കെ ചുമ്മാ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എന്തായാലും ക്വാറന്റൈൻ ടൈമിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇതേപോലെ ഫണ്ണായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ വാട്സാപ്പിൻ്റെ കാര്യം, അതായത് വാട്സാപ്പിൻ്റെ പുറകെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. വാട്സാപ്പ് കണ്ടുപിടിച്ചത് 2 പേരാണ്, ബ്രയൻ ആക്ടണും ജാൻ കൗവും. ഇവർ 2 പേരും മുമ്പ് യാഹൂവിലാണ് വർക്ക് ചെയ്യുന്നത്. യാഹൂവിൽ വർക്ക് ചെയ്ത ശേഷം ഇവർ വേറെ കമ്പനി സ്വിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവർ ഫേസ്ബുക്കിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. ഫേസ്ബുക്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫേസ്ബുക്ക് ഇവരെ റിജക്റ്റ് ചെയ്തു. ഫേസ്ബുക്ക് ഇവർ റിജക്റ്റ് ചെയ്ത ശേഷമാണ് നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വാട്സപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇവർ ഉണ്ടാക്കിയത്. ഇനി നിങ്ങളോടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ വാട്സാപ്പ് കണ്ടുപിടിച്ച വർഷം ഏതാണെന്നുള്ളത് ഈ വീഡിയോയിൽ മുന്നേ എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ആ പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നും ആ വർഷം ഏതാണെന്നും ഉള്ളത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിക്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഹോം ഫീഡിലും നോട്ടിഫിക്കേഷനായിട്ടും വീഡിയോസ് വരുള്ളൂ. സോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.